ഹായ് ഫ്രണ്ട്സ്, ഇവിടെ ഈ മഴയ്ക്ക് മുന്നേ ശരിക്കും നല്ല ചൂടും വെയിലുമായിരുന്നു. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് വാഴകളൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഈ കാണുന്ന ഒരു വാഴ അങ്ങനെ ഒടിഞ്ഞു കിടക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പുറത്ത് കൂടെ നിന്ന സഹോദര വാഴയും ഒടിഞ്ഞു വീണേക്കുവാണ്. പിന്നെ അവിടെയുള്ള ഒന്ന് രണ്ട് വാഴ അതെല്ലാം ഒടിഞ്ഞ് കിടക്കുന്ന അവസ്ഥയിലൊക്കെ ഉള്ളത്. ഇത് നമ്മൾ ഇനി ഇവിടെ തന്നെ ഇട്ട് അത്യാവശ്യം ഒന്ന് വിളവാകുന്ന സ്റ്റേജിലേക്ക് ആക്കിയിട്ട് വെട്ടിയെടുക്കാനുള്ള പ്ലാൻ ഇട്ടേക്കാണ്. കാരണം ഇനിയിപ്പം ഇതൊരു ഒരാഴ്ച കൂടെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വിളഞ്ഞു വരും. കാരണം ഇതിൻ്റെ മൂടോടുകൂടി ഒഴിഞ്ഞ് വീഴുന്നുണ്ട്. വലിയ കുഴപ്പമില്ല. അത്യാവശ്യം കാണാൻ വേണ്ടിയൊക്കെ ഇപ്പോഴും പച്ചയായിട്ട് ഇരിപ്പുണ്ട്. അതുകൊണ്ട് വേറെ നമുക്ക് അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളില്ല ഈ വാഴക്കുലയ്ക്ക്. ഇവിടെയും ഇത് തന്നെയാണ് അവസ്ഥ. രണ്ട് കുലയും ഏറെക്കുറെ ഒരു സെയിം വലുപ്പമാണ്. ഇത് ഇനിയിപ്പോൾ ഇങ്ങനെ ഒടിഞ്ഞ് വീണുകൊണ്ട് നമുക്കത് കൊടുക്കാൻ പറ്റും. നമ്മൾ വീട്ടിലെ ആവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. നമുക്കത് അങ്ങനെ ചെയ്തെടുക്കാമെന്നുള്ളേ ഉള്ളൂ. അപ്പം ഇതിൻ്റെയും കാണാൻ വേണ്ടി ഇപ്പോഴും പച്ച തന്നെ ആയതുകൊണ്ട് കുഴയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കിത് ഒരാഴ്ചയ്ക്കതിന് ശേഷം വെട്ടിയെടുത്ത് നമുക്ക് നമ്മുടെ ആവശ്യം ഉപയോഗിക്കുന്നതാണ്. എന്നാലും നമ്മൾ ഈ ചൂട് കാലത്തുള്ള കൃഷി കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ വാഴകളെല്ലാം ഒടിഞ്ഞ് വീണുകൊണ്ടേയിരിക്കും. ഈ കാണുന്നതെല്ലാം നമ്മുടെ ആ ചൂടത്ത് മറിഞ്ഞ് വീണ ഒടിഞ്ഞ് നിൽക്കുന്ന ചെറിയ വാഴകളാണ്. പിന്നെ ഇവിടെ കുറച്ചൊന്നും ചെറിയ വാഴ നിൽപ്പുണ്ട്. ബാക്കിയെല്ലാം താഴേക്കാണ്.